തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ അഴകേശൻ, ഡോക്ടർ ആരിഫ സൈനുദ്ദീൻ എന്നിവർ അംഗങ്ങളുമായ അച്ചടക്ക സമിതിക്ക് 2021 KPCC നേതൃത്വം രൂപം നൽകിയത്. പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളിൽ നിലനിന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അച്ചടക്ക സമിതി രൂപീകരിച്ചത്. ആര്യടൻ ഷൗക്കത്തും നിലമ്പൂർ DCC ഭാരവാഹികളും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളിലടക്കം 1 വർഷം മുമ്പ് നിർണായക ഇടപെടൽ നടത്തിയത് അച്ചടക്ക സമിതിയായിരുന്നു. അതിനിടെ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി തല അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചതു മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏകപക്ഷീയമായി അന്വേഷണ റിപ്പോർട്ട് കൈമാറുകയാണെന്നാണ് ആക്ഷേപം. ഇതിന് പിന്നാലെയാണ് പാലോട് രവിയുടെ DCC അധ്യക്ഷ സ്ഥാനം തെറിപ്പിച്ച വിവാദ ഫോൺ സംഭാഷണത്തിലും അന്വേഷണത്തിന് അച്ചടക്ക സമിതിയെ ചുമതലപ്പെടുത്തിയത്. സമിതി ചെയർമാനായ തിരുവഞ്ചൂർ അച്ചടക്ക സമിതിയിലെ മറ്റ് 2 അംഗങ്ങളുമായി ഫോണിൽ പോലും കൂടിയാലോചന നടത്താതെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം KPCC നേതൃത്വത്തിന് കൈമാറിയതോടെയാണ് സമിതി അംഗങ്ങളുടെ അതൃപ്തി മറനീക്കിയത്. പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാതെ അംഗങ്ങൾ KPCC നേതൃത്വത്തെ വിയോജിപ്പ് അറിയിച്ചതായാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, ഒരു കടുത്ത അതിർത്തിയിലേക്ക് സമിതി അംഗങ്ങൾ കടക്കുന്നു എന്നുള്ളതാണോ? പല തവണ ഈ തരത്തിൽ തിരുവഞ്ചൂരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെയാണോ? ഇത് എങ്ങനെയായിരിക്കും സംസ്ഥാന നേതൃത്വം ഈ വിഷയം കണക്കാക്കുക? അപർണ, 2021 തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്തേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടിയിൽ വലിയ തരത്തിലുള്ള പൊളിച്ചെഴുത്തുകൾ ഉണ്ടായത്. അവിടെയാണ് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അച്യുതണ്ടിന് മാറ്റം വരികയും കെ സുധാകരൻ, VD സതീശൻ നേതൃത്വം രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കോൺഗ്രസിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ ആ സമയത്ത് ഉടലെടുത്തിരുന്നു. പുനഃസംഘടനയിലും DCC ഭാരവാഹികളുടെ DCC അധ്യക്ഷന്മാരുടെ ചുമതല കൈമാറ്റത്തിലുമൊക്കെ അത് പ്രകടമാകുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദത്തിന് ഒടുവിൽ ഇത്തരത്തിലൊരു അച്ചടക്ക സമിതിക്ക് 2021 ഡിസംബറിൽ KPCC നേതൃത്വം രൂപം നൽകുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയർമാനായി 2 അംഗങ്ങളോട് കൂടിയായിരുന്നു ഈ സമിതിയുടെ പ്രവർത്തനം. ഒരുപാട് തർക്ക വിഷയങ്ങളിലടക്കം ഈ അച്ചടക്ക സമിതി നിർണായകമായ ഇടപെടൽ നടത്തി. ഏറ്റവും വിവാദമായ നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് പാർട്ടിക്ക് പുറത്തേക്ക് പോയേക്കുമോ എന്ന സന്ദേഹം വരെ ഉണ്ടായ സാഹചര്യത്തിൽ DCC നേതൃത്വവുമായി VS ജോയി അടക്കമുള്ളവരുമായി വലിയ തരത്തിലുള്ള തർക്കം നിന്ന പശ്ചാത്തലത്തിലെല്ലാം അതിന് മധ്യസ്ഥം വഹിച്ചത് ഇതേ അച്ചടക്ക സമിതിയായിരുന്നു. പക്ഷേ അതിനുശേഷം വയനാട്ടിൽ DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ മുതലാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന് പ്രത്യേക സമിതിയെയാണ് പാർട്ടി തല അന്വേഷണത്തിന് നിയോഗിച്ചത്. ആ സമിതിയുടെ തലപ്പത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു. അതിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് വന്നതെന്നാണ് ആദ്യമുയർന്ന വിമർശനങ്ങൾ. അതിനുശേഷം ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവി മാറാനിടയായ വിവാദ ഫോൺ സംഭാഷണ വിവാദത്തിലടക്കം പാർട്ടി സമാനമായ തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണത്തിനും അച്ചടക്ക സമിതി ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് നിയോഗിച്ചത്. പക്ഷേ അദ്ദേഹം സമിതിയിലെ മറ്റ് 2 അംഗങ്ങളുമായി കൂടിയാലോചനകൾ ഒന്നും നടത്താതെ തനിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറുകയായിരുന്നുവെന്ന വിമർശനമാണ് ഈ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ പാർട്ടി നേതൃത്വത്തെ കൃത്യമായി ഇത്തരത്തിൽ അച്ചടക്ക സമിതിയെ പിരിച്ചുവിടാതെ അതിന്റെ പ്രവർത്തനം തുടരുന്നതിനിടയിൽ മറ്റംഗങ്ങളുമായി കൂടിയാലോചിക്കാതെ ചെയർമാൻ ഏകപക്ഷീയമായി ഇത്തരം റിപ്പോർട്ടുകൾ നൽകുന്നത് എങ്ങനെ അംഗീകരിക്കാനാവുമെന്ന നിലപാടിലാണ് മറ്റ് സമിതി അംഗങ്ങൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ എടുക്കുക എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും അംഗങ്ങൾ തന്നെ അതിനുള്ള അതൃപ്തി അറിയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ KPCC നേതൃത്വം വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. ഡാന, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? തിരുവഞ്ചൂരിനെ പോലെ ഒരു മുതിർന്ന നേതാവാണ് ഒരു വശത്ത് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, തിരുവഞ്ചൂരിനെ തിരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ?
അതായത് തിരുവഞ്ചൂർ തനിച്ചല്ല ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ. തിരുവഞ്ചൂർ മറ്റേതോ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു, അല്ലെങ്കിൽ മറ്റേതോ പ്രമുഖരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇവരുമായി കൂടിയാലോചനകൾ നടത്താതെ ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്ന ഒരു വിലയിരുത്തലിലാണ് അംഗങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണങ്ങൾക്കും ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ KPCCയെ കൃത്യമായി അവർ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് വാർത്തയായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ കൃത്യമായി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരും. കാരണം അതല്ല എങ്കിൽ ആ സമിതിയെ പിരിച്ചുവിടേണ്ടി വരും. ആ സമിതിയിലെ മറ്റംഗങ്ങളുമായി കൂടിയാലോചന നടത്താതെ വിവാദ വിഷയങ്ങളിൽ തനിയെ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ സാധാരണ ശൈലിക്ക് വിരുദ്ധമായ ഒരു നടപടിയാണ്. അതെങ്ങനെ വെച്ചുപൊറിപ്പിക്കാനാവും എന്നൊരു ചോദ്യം ഉയരും. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ പിണക്കിക്കൊണ്ട് പ്രകോപിപ്പിച്ചുകൊണ്ട് കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും KPCCക്ക് കടക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു അനുനയ നീക്കത്തിലൂടെ ഈ അച്ചടക്ക സമിതിയുടെ പ്രവർത്തനം ഒന്നെങ്കിൽ കൂടുതൽ കാര്യക്ഷമമാക്കുക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പുതിയ ഫോർമുല അവർ മുമ്പോട്ട് വെക്കാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ ഈ വിവാദ വിഷയങ്ങളിൽ തിരുവഞ്ചൂർ ഏകപക്ഷീയമായി സമിതി അംഗങ്ങളുമായി ആലോചിക്കാതെ പാലോട് രവിയുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചതടക്കം തനിയെ തീരുമാനമെടുത്തു. അദ്ദേഹം ഈ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറി എന്ന വിമർശനമാണ് സമിതി അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഡാൻ, ശശി തരൂരിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ തരൂരിനെതിരെ വടിയെടുക്കുന്ന തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഫലം കണ്ടിട്ടൊന്നുമില്ല അച്ചടക്ക സമിതിയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട അല്ലാത്ത ഒരുപാട് പാർട്ടിക്കകത്തുനിന്ന് ഉയർന്ന വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഏതെല്ലാം വിഷയങ്ങളിലകത്ത് ഏകപക്ഷീയമായ നിലപാട് തിരുവഞ്ചൂർ എടുത്തു? അത് ആരെങ്കിലും രക്ഷിച്ചുകൊണ്ടായിരുന്നോ, ആരെങ്കിലും ഫേവർ ചെയ്തുകൊണ്ടായിരുന്നോ? അങ്ങനെ തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടുകൂടിയാണോ ഈ മറ്റ് അംഗങ്ങൾ പരാതി നൽകിയിരിക്കുന്നത്? പരാതി നൽകിയെന്നല്ല, എഴുതിയവർ പരാതി നൽകിയെന്നല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവർ KPCC അധ്യക്ഷനെ തന്നെ ഇതിലുള്ള വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അത് രേഖാമൂലം പരാതി നൽകിയിട്ടാണ് എന്നതിൽ നമുക്ക് വ്യക്തത കൈവന്നിട്ടില്ല. പക്ഷേ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പാർട്ടിയിൽ അച്ചടക്കം ഉറപ്പുവരുത്തേണ്ടതിന് വേണ്ടി മറ്റു തരത്തിലുള്ള ആഭ്യന്തര തർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുമ്പോൾ അതിൽ ഇടപെടൽ നടത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അത്തരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറുമ്പോൾ സ്വാഭാവികമായി ഒരു കൂടിയാലോചന നടക്കേണ്ടതാണ്. ആ കൂടിയാലോചന നടക്കാതെ പോകുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത്. പ്രധാനമായി രണ്ട് വിഷയങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഞാൻ സൂചിപ്പിച്ചത്. വിവാദമായ വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബമടക്കം വലിയ തരത്തിലുള്ള വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളെ ആരോപണ മുനയിൽ നിർത്തിക്കൊണ്ട് പ്രതികരണങ്ങളുമായി ഒക്കെ രംഗത്ത് വന്നിരുന്നു. മുതിർന്ന നേതാക്കൾ ആ വീട്ടിൽ സന്ദർശനം നടത്താൻ വൈകുന്നതിനെതിരെ പരസ്യമായി അവർ പ്രതികരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് KPCC അധ്യക്ഷനായി ആ സമയത്തുണ്ടായിരുന്ന K സുധാകരൻ അടക്കം അവിടെ എത്തുകയും ആ കുടുംബാംഗങ്ങളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്താണ്. അപ്പോഴും അവർ സാവകാശം തേടി തങ്ങളുടെ ഈ വായ്പ, അതായത് ഇവരുടെ ഈ NM വിജയനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഈ സാമ്പത്തിക പ്രതിസന്ധികളിൽ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകണം എന്ന കൃത്യമായ ആവശ്യമാണ് അവർ മുമ്പോട്ട് വെച്ചത്. പക്ഷേ അപ്പോഴും DCC അധ്യക്ഷൻ ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർക്ക് അനുകൂലമായ ഒരു സമീപനമാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് KPCC നേതൃത്വത്തിന് സമിതിയുടെ അധ്യക്ഷനായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈമാറിയത്. ആ സംഭവം മുതൽ പിന്നീട് ഇങ്ങോട്ട് വിവാദമായിരിക്കുന്ന വിഷയങ്ങളിൽ അച്ചടക്ക സമിതി ഒരു ഏകോപനത്തോടെയല്ല പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം. തീർച്ചയായിട്ടും ഞാൻ തിരികെ വരാം. നേരത്തെ പറഞ്ഞ ഇതൊരു ഒഫീഷ്യൽ പരാതിയല്ല, പക്ഷേ ഈ വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്ന് തന്നെയാണ്. പരാതി എന്നുള്ള വാക്കുകൾ കൊണ്ട് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു മറ്റ് സമിതി അംഗങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ N. ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ N. ശ്രീകുമാർ, പല വിഷയങ്ങൾ